ഞാറ ഇവിടെ വളർന്നതുകൊണ്ട് വെഞ്ഞാറമൂടായി. എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. വെഞ്ഞാറമൂട് മാണിക്കൽ പഞ്ചായത്തിൻ്റെ തലസ്ഥാനം ഒന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക സമ്പന്നമായൊരു പ്രദേശമാണ്. ഐക്യകേരളം പിറക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഐക്യകേരളം ആഘോഷിച്ച ഏക സ്ഥലവും വെഞ്ഞാറമൂട് കവലയാണ്. അങ്ങനെ വെഞ്ഞാറമൂടിന് ഏറെ പ്രാധാന്യമാണ്. അതിനടുത്താണ് പെരപ്പങ്കോട് ക്ഷേത്രം. ഈ പെരപ്പങ്കോട് ക്ഷേത്രം എന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിടമായിരുന്നു, മറ്റൊരു സങ്കേതമായിരുന്നു. അവിടെ നിരവധി 3 ശിലാലിഖിതങ്ങൾ അവിടെയുണ്ട്. ആ സ്ഥലത്തിൻ്റെ പഴമയൊക്കെ കാണിക്കുന്ന ഇതാണ്. അപ്പോൾ വെഞ്ഞാറമൂട് എന്ന സ്ഥലനാമത്തിൻ്റെ നിരുക്തി വെഞ്ഞാറയുടെ മൂട് തന്നെയാണ്. ആ ഞാറയുടെ വെഞ്ഞാറയുടെ മൂട് എന്നുള്ള സ്ഥലനാമങ്ങൾ അങ്ങനെ വൃക്ഷലതാദികളുടെ മൂടിലും കൊമ്പിലും അതിൻ്റെ തടിയിലും അതിൻ്റെ അവസ്ഥയിലും അതിൻ്റെ നിലനിൽപ്പിലുമൊക്കെ ബന്ധപ്പെട്ട് സ്ഥലനാമങ്ങൾ രൂപപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെഞ്ഞാറമൂട്, വെഞ്ഞാറയുടെ കീഴ്ഭാഗം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മൂട് എന്നുള്ള അർത്ഥത്തിൽ വെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലനാമം രൂപപ്പെട്ട് വന്നത്.